വിദ്യാർത്ഥികൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളും പരിഹാരവും സംബന്ധിച്ച് പുനലൂർ ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ സെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബോധവത്കരണ പരിപാടി സംഘടിപ്പിച്ചു. പുനലൂർ SI KS ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. സ്കൂളിൽ സ്ഥാപിച്ചിട്ടുള്ള ജനമൈത്രി പോലീസിന്റെ പരാതിപ്പെട്ടി വിദ്യാർത്ഥികൾക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് അദ്ദേഹം വിശദീകരിച്ചു. കുടുംബ പ്രശ്നങ്ങൾ, സ്കൂളിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പൂവാലശല്യം, ബസ് ജീവനക്കാരുടെ മോശം പെരുമാറ്റം തുടങ്ങി എന്തും എഴുതി പരാതിപ്പെട്ടിയിലിടാം. പരാതിക്കാരായ കുട്ടികളെ സ്റ്റേഷനിൽ വിളിപ്പിക്കില്ലെന്നും പരാതിയുടെ രഹസ്യ സ്വഭാവം നിലനിർത്തിക്കൊണ്ട് തന്നെ പ്രശ്നം പരിഹരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പോലീസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ സ്കൂൾ PTA-യും സ്കൂളിലെ അധ്യാപകരുമായും കൂടെ സഹകരണത്തോടുകൂടി ഒരു കംപ്ലൈന്റ് ബോക്സ് സ്ഥാപിക്കണം. എല്ലാ സ്കൂളുകളും ഈ കംപ്ലൈന്റ് ബോക്സ് ഈ വർഷത്തോട് സ്ഥാപിച്ചു കഴിഞ്ഞു. എന്ത് പരാതി നിങ്ങൾ ആ പരാതിക്ക് നിങ്ങളുടെ പരാതി വളരെ രഹസ്യ സ്വഭാവമുള്ളതാണ്. ഈ പരാതിയുടെ എഴുതുന്ന ആളെയൊന്നും സ്റ്റേഷനിൽ വിളിപ്പിക്കുന്നില്ല. അങ്ങനെയൊന്നും പേര് വേണ്ട. പരാതിയിൽ പേര് പെട്ടെന്ന് വെച്ചുകൊണ്ട് സ്റ്റേഷനെ വിളിപ്പിക്കുകയോ അല്ലെങ്കിൽ രക്ഷകർത്താവിന്റെ ചോദിക്കുകയോ അച്ഛനെ അമ്മയെ വിളിപ്പിക്കുകയോ അങ്ങനെയുള്ള യാതൊരു പേടിയും വേണ്ട. പലപ്പോഴും നിങ്ങളിപ്പം സ്കൂളിൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കുട്ടികളുണ്ടാവും, എസ്പെഷ്യലി പെൺകുട്ടികളുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആയിരിക്കും അയലത്തെ വീട്ടിലെ ചേട്ടനും അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ ഇങ്ങനെ കമന്റടിക്കാനും മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുവാനും കിളിയെണ്ണ മെസ്സേജ് അല്ലെങ്കിൽ കണ്ടക്ടറാണ് മെസ്സേജ്. ഇപ്പൊ പ്രൈവറ്റ് ബസ്സിലൊക്കെ പലപ്പോഴും 21-22 വയസ്സുള്ള കുട്ടികളൊക്കെയാണ്, ആ ഏജ് ഗ്രൂപ്പുള്ള പ്രായത്തിലുള്ളവരാണ് ബസ്സിലെ ജോലിക്കാർ. അപ്പൊ അവരുടെ ശല്യം. ആൺകുട്ടികൾക്കാണെങ്കിൽ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും SP തരാതെയുള്ള ശല്യം. വിദ്യാർത്ഥികൾക്കിടയിൽ ഏറിവരുന്ന ലഹരിയുടെ ഉപയോഗം കുറയ്ക്കാൻ വിദ്യാർത്ഥികൾ ഒന്നിച്ച് പരിശ്രമിക്കണമെന്ന് KS ഗോപകുമാർ പറഞ്ഞു. ജനമൈത്രി പോലീസ് കമ്മ്യൂണിറ്റി റിലേഷൻ ഓഫീസർ S ശശിധരൻ, സ്കൂൾ ഹെഡ്മാസ്റ്റർ ഇൻചാർജ് JC ഫിലിപ്പ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.